ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂ സോൺ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ KW ഓപ്പറേറ്റർ, സബ് എഞ്ചിനീയർ, ലൈൻമാൻ തുടങ്ങിയ കുറെ പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ PSC ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലേറ്റ് നൈറ്റ് ആയിട്ടാണ് PSC പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അവിടെ നോക്കാം ഏതൊക്കെ പോസ്റ്റുകളാണ് ഇന്ന് വരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു KW ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ. ഒബിയസ്ലി അവിടെ എന്താ KW ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. 735/2025 കാറ്റഗറി നമ്പർ, കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്റർ. 27,200 തൊട്ട് 73,600 വരെയാണ് സ്കെയിൽ ഓഫ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 500 അടുത്ത് എന്തായാലും ഇപ്രാവശ്യം വേക്കൻസീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഫെബ്രുവരിയിൽ ഞാൻ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവിടെ അവസാനിക്കുന്നുണ്ടാവും. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് തന്നെയാണ്. 18 തൊട്ട് 36 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ്. പിന്നെ നിങ്ങൾ എല്ലാവരും പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും എന്നില്ല അല്ലെ. ഒബ്വിയസ്ലി അതിലും ക്ലാരിറ്റി നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. SLC ആണ്. പിന്നെ എന്താ NTC, മോട്ടോർ MMV, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഒക്കെ ആവാം. അല്ലെങ്കിൽ എന്താ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള സർട്ടിഫിക്കറ്റ് മതി. അപ്പൊ അതിന്റെ ഇക്വലന്റ് ഹയർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക, ഡിപ്ലോമ ഇലക്ട്രിക്കല്, ഡിപ്ലോമ മെക്കാനിക്കലി, ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എല്ലാവർക്കും എന്താ ബിടെക് മെക്കാനിക്കല്, ബിടെക് ഇലക്ട്രിക്കല് എല്ലാവർക്കും എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പോസ്റ്റ് ആയിട്ട് തന്നെ KW ഓപ്പറേറ്റർ അവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KW ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാം. ITI, ഡിപ്ലോമ, ബിടെക് കഴിഞ്ഞ എല്ലാവർക്കും എന്ത് ചെയ്യാം, KW ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാം. അതിന് അടുത്തത് എന്താ, നമ്മൾ ആ ഒരു കാറ്റഗറി നമ്പർ വൈസ് തന്നെയാണ് പറയുന്നത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ട് ആണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 741/2025 ആണ്. അതില് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്, സോറി, ITI സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ വയർമാൻ ലൈസൻസ് വേണം. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് അടുത്തൊരു പോസ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന ഒരു അടുത്തൊരു പോസ്റ്റ് ആണ് നമ്മളുടെ സബ് എഞ്ചിനീയർ. ഓക്കെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് തൃശ്ശൂർ കോർപ്പറേഷനിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ജനറേഷൻ. ഓക്കെ, അപ്പൊ അവിടെയാണ് എന്ത് ചെയ്തേക്കുന്നത്, വിളിച്ചേക്കുന്നത് സബ് എഞ്ചിനീയർ. 28,855 തൊട്ട് 57,220 വരെയാണ്. കാറ്റഗറി നമ്പർ 770/2025. ഇതിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, ഞാൻ പറയാതെ. ആൻസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് 18 തൊട്ട് 36 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ സബ് അല്ല, അതിന് മുന്നത്തെ KCB സബ് ഉണ്ടല്ലോ 2011-12 കാലഘട്ടങ്ങളിലെ ആ ഒരു സെയിം ക്വാളിഫിക്കേഷൻ ആണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കലും പറ്റും, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സും പറ്റുന്നുണ്ടാവും. ഓക്കെ, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കലും എലിജിബിൾ ആണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്താ എലിജിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക്സ് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് വന്നിട്ടുള്ളത് ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ സബ് എഞ്ചിനീയർ LSTD ഡിപ്പാർട്ട്മെന്റ് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് 770/2025 അവിടെ കാറ്റഗറി നമ്പർ. ഓക്കെ, ഇനി അടുത്ത നമ്മളവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2 27,900 തൊട്ട് 67,370 വരെയാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ് ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും എന്ത് ചെയ്യാം, SLC പ്ലസ് ഡിപ്ലോമയാണ് അവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ NTCന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഈക്വൽ ക്വാളിഫിക്കേഷൻ നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ചെറിയ എറർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ വൺസ് ഡീറ്റെയിൽഡ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി വീഡിയോ ചെയ്യാം. ഓക്കെ, ഇപ്പം പറയുന്നത് ഡിപ്ലോമ പറയുന്നുണ്ട്, NTC സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി, തുളസിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, സോറി, ലൈൻമാൻ അല്ലെ. ഈ ലൈൻമാൻ എന്താ എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റുന്ന ലൈൻമാൻ തന്നെയാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതാണ്. 776/2025 PWD ലൈൻമാൻ. 26,500 തൊട്ട് 60,700 വരെയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലേക്കാണ് എന്ത് അവർ നോട്ടിഫിക്കേഷൻ വിളിച്ചേക്കുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. 19 തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു വാലിഡ് ലൈസൻസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, SLC പ്ലസ് ITI ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതിന്റെ ഇക്വലൻസി പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈൻമാന്റെ കേസിൽ
ITI കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ബിടെക് കഴിഞ്ഞവർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സ്വതവേ നമ്മൾ ലൈൻമാന്റെ പോസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ലേ, ആ ഒരു രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, PWD ലൈൻമാൻ കണ്ണൂർ ജില്ലക്ക് ആ, ആ, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിലേക്കാണ് അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണുള്ളത്. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പോ പെട്ടെന്ന് നോക്കിയപ്പോ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.